നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൂടെ വരികയാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്ഥലത്തിലായിരുന്നാൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് വളരെ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് സാർ. മാധ്യമങ്ങളായിരുന്നാലും വലിയ രീതിയിലൊരു ഒരു അറ്റൻഷൻ അതിന് എപ്പോഴും കൊടുക്കാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതലും ഈ ചാണ്ടി ഉമ്മന്റെ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിൽ നമുക്കൊരു വിജയത്തിനെ കുറിച്ച് നമുക്ക് വേറെ സംശയമൊന്നുമില്ലായിരുന്നു. പക്ഷെ എങ്കിൽ കൂടി വലിയൊരു പ്രാധാന്യം അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വരികയാണ്, തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പലയിടത്തും പോളിംഗ് ഒക്കെ കുറവാണ് എന്നുള്ള കാര്യം വരുന്നു. വയനാടും അതുപോലെ തന്നെ ചേലക്കരയിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിന്റെ സീറ്റ് ഏകദേശം ഉറപ്പിച്ച മട്ടിലാണ് എന്നുള്ളത് കൊണ്ടാണോ ഈ ഒരു വലിയ ആവേശമൊന്നും ഇല്ലാതെ, എന്നാൽ അത്ര കണ്ട് ശ്രദ്ധയൊന്നും അങ്ങോട്ട് പോകാതെ വരുന്നത്? ഈ ഉപതെരഞ്ഞെടുപ്പോടൊപ്പം നടക്കുന്നു. ചേലക്കരയും വയനാടും ഇന്ന് നടക്കും. കുറച്ച് ദിവസങ്ങൾക്കകത്ത് പാലക്കാട് നടക്കും. വളരെ വലിയ തോതിൽ ശ്രദ്ധ ആകർഷിച്ച രണ്ട് മണ്ഡലങ്ങളാണ് പാലക്കാടും ചേലക്കരയും. എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം പല കാരണങ്ങൾ കൊണ്ടും നൽകേണ്ടത് ചേലക്കരയ്ക്കാണ്. ഇപ്പൊ ശ്രീജ പറഞ്ഞത് മാതി നമ്മുടെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയും ഇതുപോലെ ബൈ ഇലക്ഷൻസ് നടന്നപ്പോൾ അവിടെ എല്ലാവരും കൂടി അവിടെ തമ്പടിച്ചു. പിന്നെ പ്രത്യേക സംവിധാനങ്ങളോടുകൂടി CPM വളരെ ഒത്തൊരുമയോടുകൂടിയാണ് പ്രവർത്തിച്ചു. എന്നിരുന്നാൽ പോലും അതിന് വിപരീതമായി വലിയ തോതിൽ അതൊരു ഭൂരിപക്ഷം കൂടി. കേരള രാഷ്ട്രീയത്തിലെ വളരെ അധികാരികൾ രണ്ടുപേരാണ് PT-യും ഉമ്മൻചാണ്ടിയും. ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു അവർ. അതൊരു പല കാരണങ്ങളില്ല, നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇവിടെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ഇപ്പൊ ചേലക്കര എന്ന് പറയുന്നത് വയനാട് എന്ന് പറയുന്നത് രണ്ടുമാണ് ഇന്ന് നടക്കുന്നത്. വയനാട് ഏറെക്കുറെ അത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന വെച്ചാൽ അങ്ങനെ 2009 മുതൽക്ക് 2009 ഇത് വയനാട് മണ്ഡലം ഉണ്ടാകുന്ന സമയത്ത് വയനാട് മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 മണ്ഡലങ്ങൾ പുറത്തു കിടക്കുകയാണ്. നിയമസഭാ മണ്ഡലം പുറത്തു കിടക്കണം. അന്ന് പിന്നെ നമ്മുടെ മലപ്പുറത്ത് 3, ഒന്ന് കോഴിക്കോടൊന്നും, ഇവിടെ 3, അങ്ങനെ ഒരു 7 വരുന്നു. അവിടെ MI ഷാനവാസ്, നമ്മുടെ ചരിത്രം പറഞ്ഞ് കരുത്തിരിക്കുകയാണ്. ഇപ്പൊ MI ഷാനവാസ് അക്കാലഘട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ ഇല്ല, അസുഖമായിട്ട് മരിച്ചുപോയി. അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരാജയപ്പെട്ട് ഒടുവിലാണ് അദ്ദേഹം ഇവിടെ നിന്നെല്ലാം കയറി അദ്ദേഹം പിന്നെ വയനാടേക്ക് പോകുന്നു. വയനാട് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. ആ ഭൂരിപക്ഷം അദ്ദേഹത്തിന് തൊട്ടടുത്ത 14 നിലനിർത്താൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഒരു പിന്നെ ലക്ഷങ്ങളിൽ നിന്ന് അദ്ദേഹം 20,000-ലോട്ടോ മറ്റോ വീണു. പിന്നീടാണ് ഇത് രാഹുൽ ഗാന്ധി അവിടെ എത്തുന്നത്. രാഹുൽ ഗാന്ധി എത്തുമ്പോൾ തന്നെ പല വിവാദങ്ങളുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ വലിയ സ്വാധീനം ആ മണ്ഡലത്തിലുണ്ട്. ഒരുപക്ഷെ മുസ്ലിം അവിടെ ഒറ്റയ്ക്ക് നിന്നാൽ അവരാണ് ജയിക്കുന്നത്. അത്രയ്ക്ക് നല്ല പിന്നെ ആളോഹരി എണ്ണം അവിടെ കൂടുതലുണ്ട്. പക്ഷെ അവരുടെ പിന്തുണയോടുകൂടി രാഹുൽ ജയിക്കുന്നു. പിന്നീട് അത് രാഹുലിന് ഈ പാർലമെന്ററി അംഗത്വം രാജിവെക്കേണ്ടി വരുന്നു, മർദ്ദിക്കേണ്ടി വരുന്നു. വീണ്ടും അദ്ദേഹം വരുന്നു. ഈ സാഹചര്യത്തിലാണ് അവിടെ വരുന്നത്. ഇത്തവണ അതിനകത്ത് വലിയ പ്രാധാന്യങ്ങളൊന്നും നൽകേണ്ടതില്ല എങ്കിൽ കൂടിയും ഭൂരിപക്ഷം 5 ലക്ഷമാക്കുമെന്ന് അവർ പറയുന്നു. പ്രിയങ്കയ്ക്ക് 5 ആകുമോ അതോ കഴിഞ്ഞ തവണത്തെ രാഹുലിന് ലഭിച്ച ഭൂരിപക്ഷം കുറയുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് അതിനകത്ത് പ്രസക്തി. മറ്റൊരു പ്രസക്തി അതിനകത്ത് തൽക്കാലമില്ല. പക്ഷെ അതിനകത്തൊരു പ്രസക്തി ഉണ്ട്. ഇതിനകത്ത് അവിടുത്തെ കാൻഡിഡേറ്റ് നവ്യ ഹരിദാസ്, അത് നമ്മൾ ഇപ്പോഴേ നമ്മൾ നോക്കണം. നമ്മൾ ഈ സ്മൃതി ഇറാനിയെ പോലെ ആ കേന്ദ്രീകരിച്ച് അവിടെ മണ്ഡലങ്ങളിൽ ആദ്യം തോറ്റപ്പോൾ അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നീട് ജയിച്ച ഒരു ചരിത്രം നമ്മുടെ സ്മൃതി ഇറാനിക്ക് ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി എന്നതുപോലെ ഈ നവ്യ ഹരിദാസ് മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും ഓടിച്ചാടി നടന്ന് നല്ലൊരു പിന്നെ കാൻഡിഡേറ്റ് ആണ്. അത് BJP ആണോ CPM എന്നുള്ളതല്ല, നല്ല കാൻഡിഡേറ്റ് ആണ്. അപ്പൊ ആ കുട്ടിക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വഖഫ് പോലുള്ള സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വയനാട് ഒരുപക്ഷെ നവ്യയെ സ്വീകരിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. അത് ഇത്രയും നല്ല മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ ഉള്ളപ്പോഴും ഒരുപക്ഷെ നവ്യയ്ക്ക് വലിയ തോതിൽ അത് മണ്ഡലത്തിലേക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. അതിനുള്ള വോട്ടുകൾ ഇപ്പോൾ സമാഹരിക്കാനാകുമോ എന്നുള്ളതാണ് അവിടുത്തെ ഏക പ്രസക്തി. എനിക്ക് തോന്നുന്നു ഒരു മികച്ച കാൻഡിഡേറ്റിലൊന്നും തിരഞ്ഞെടുപ്പ് ഒരു മികച്ച കാൻഡിഡേറ്റിലൊന്നും തന്നെയായിരുന്നു. ഈ വയനാട് എന്ന് പറയുന്ന ഈ ഒരു ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 കാര്യങ്ങൾ. ഒന്ന് ഉരുൾപൊട്ടൽ, ഒന്ന് അതുപോലെ തന്നെയാണ് അവരുടെ നിരന്തരം പ്രശ്നങ്ങൾ. ഈ കാട്ടുമൃഗങ്ങളുടെ ഒക്കെ ശല്യം, അവിടെ അനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മൃതശരീരം വെച്ച് നടുറോഡിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രഷർ അവർ അനുഭവിക്കുന്ന ഒരു പറ്റം ജനങ്ങളാണ് വയനാട്ടിലുള്ളത്. ഈ പ്രഷർ അവർക്ക് ഒരു വെറുപ്പായി, രാഷ്ട്രീയ വെറുപ്പ്, പാർട്ടി ഭേദമന്യേ എല്ലാവരോടും ഒരു വെറുപ്പായി മാറുന്ന സാഹചര്യം നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവർ
ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അവർ അങ്ങനെ നമുക്ക് അതിനൊരു എന്താണ് ഒരു തിരിച്ച് റിവെഞ്ച് കാണിക്കാനുള്ള ഒരു കണക്കാക്കി അവർ എടുക്കുമോ? അതുകൊണ്ടായിരിക്കും ഈ പോളിംഗ് കുറവ് ഇപ്പോൾ തുടക്കമേ ഒക്കെ. പോളിംഗ് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സമയം തീരുന്നതോടുകൂടി പോളിംഗ് പഴയ തലത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ്. പക്ഷെ വയനാട് എന്ന് പറയുന്നത് ഈ ചില ജില്ലകളെ നമ്മൾ പണ്ടേ പിന്നാക്ക ജില്ല അവിടെ നമുക്ക് ഒരുപാട് ഇപ്പൊ തന്നെ ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞ ശേഷം ഞാൻ 83-84 കാലഘട്ടം മുതൽക്ക് ഞാൻ വയനാട് സഞ്ചരിക്കുകയും അവിടെ താമസിക്കുകയും അവിടെ ജോലിയും ചെയ്ത ഒരാളാണ്. അപ്പൊ അന്നത്തെ വയനാട് അല്ല ഇന്നത്തെ വയനാട്. അപ്പൊ അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ വയനാടിന് മാറ്റം വന്നിരിക്കുന്നു. പക്ഷെ ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ ഇപ്പോഴും വളരെ ദുരിതം പേരെയാണ് പല ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ കാണുന്നത് മാത്രമല്ലല്ലോ, ഉൾനാട്ടിൽ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഉള്ള അവരുടെ ജീവിത സൗകര്യങ്ങൾ. ഇപ്പോൾ ഈ ടവറുകൾ വന്നിട്ടുണ്ടാവാം, ലൊക്കേഷൻ വാട്സപ്പ് കിട്ടുന്നുണ്ടാവാം, ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അതല്ലല്ലോ ഒരു ജീവിത സാഹചര്യം. ഇപ്പൊ തന്നെ ഉരുൾപൊട്ടൽ കഴിഞ്ഞു, അവർക്ക് കൃത്യമായി ഇപ്പോൾ കേന്ദ്രം തന്നില്ല, ഇവിടം തന്നില്ല എന്നൊക്കെയുള്ള പരാതികളാണ് മിച്ചം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അറിയാമല്ലോ, ഇപ്പോൾ അവിടെ കൊടുത്തിരുന്ന ആഹാര സാധനങ്ങളുള്ള പ്രശ്നങ്ങൾ അറിയാം. അപ്പോൾ ഇത് ഉറപ്പാക്കാൻ നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. ആര് ജയിച്ചാലും, ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചു, അപ്പോഴും ഇത് വേറെ തരത്തിലാണ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലേക്കും ഇത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാനുള്ള ഒരു കുടുംബ മണ്ഡലമായി മാറുന്നു. അത് ഒരു ദയനീയ അവസ്ഥയുണ്ട്. ഇപ്പൊ രാഹുലിനെ പോലെയോ അല്ലെങ്കിൽ ആ കേഡറിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മണ്ഡലത്തിനെ ഏതളവിൽ ഇത് പുരോഗമനത്തിന്റെ പദ്ധതി കൊണ്ടുവരാൻ കഴിയും? അത് ചെയ്തിട്ടില്ല. ഒരു സാധാരണ ഒരു പൗര എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോട്ടെ രാഷ്ട്രീയപരമായി തന്നെ ആയിക്കോട്ടെ, അല്ല എന്ന് ആരും പറയില്ല, ഈ രാഷ്ട്രീയപരമായി നിൽക്കുന്ന സമയത്ത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുക, അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ ഉണ്ടാകുന്നു, അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയൊക്കെ തന്നെ അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചതാണ് പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും അവിടെ എന്തായാലും മത്സരിക്കാൻ നിൽക്കുക എന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ പലരെയും ഇനിയും കണ്ടുകിട്ടാനുണ്ട്. പല കുട്ടികളുടെ വിദ്യാഭ്യാസവും നിലച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ഇനി അമ്മയും അച്ഛനും നഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. പലരെയും ഇപ്പോൾ തന്നെ അഡോപ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ കൃത്യമായ ഒരു ഇടപെടൽ നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ഈ ഒരു ഘട്ടത്തിൽ. വൈകാരികമായെങ്കിലും അവർ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വന്നു, സന്ദർശിച്ചു, പോയി എന്നുള്ളതൊക്കെ ശരിയാണ്, നമ്മൾ അങ്ങനെ ഒരു കുറ്റം പറയുന്നതല്ല. പക്ഷെ ഇവിടെ ഒരു ദുരിതം നടക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാനാകുന്നതിലും അപ്പുറമുള്ളൊരു ദുരിതം നമ്മൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ രാഷ്ട്രീയ ആ കാഴ്ചപ്പാടുകൾക്ക് ഉപരിയായി രാഹുലിന്റെ നേതൃത്വത്തിൽ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു MP യുടെ നേതൃത്വത്തിൽ തന്നെ ആരായിക്കോട്ടെ അവർക്ക് ഒരു ഒത്തൊരുമയോടെ പ്രവർത്തിച്ചിട്ട് അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക. എത്രയോ വഴികൾ പലരും പറഞ്ഞു. ഇപ്പോൾ മുന്നോട്ട് വന്ന പലർക്കും വീട് പോലും വെച്ചു കൊടുക്കാനാകാത്തൊരു സ്ഥിതിവിശേഷം അവിടെയുണ്ട്. ശരി, ഇപ്പോൾ ഇതിന്റെ കണക്കുകൾ അറിഞ്ഞു, കണക്കുകൾ കൊടുത്ത് തന്നെ വലിയ വിവാദങ്ങളായിരുന്നു. അപ്പൊ അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആത്യന്തികമായി ഇതിന്റെ നേട്ടം ലഭിക്കേണ്ടത് ആർക്കാണോ അവരിലേക്ക് നേട്ടങ്ങൾ എത്തുന്നില്ല. അതിന്റെ പ്രതികരണം ഈ വോട്ടിങ്ങിൽ കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ കാണാനുള്ള സാധ്യതയില്ല. നമ്മുടെ ആൾക്കാർ അങ്ങനെയാണ്, വീണ്ടും പോവുക, വോട്ട് ചെയ്യുക. ഇപ്പോൾ മുനമ്പത്ത് വലിയ വിഷയം നടക്കും. പള്ളികളുടെയൊക്കെ പറഞ്ഞില്ല, നേരായ മാർഗത്തിൽ കൂടി അവരിങ്ങനെ ഇൻഡയറക്റ്റ് ആണ് പറഞ്ഞതെങ്കിൽ കൂടിയും വോട്ട് എവിടെ കൊടുക്കണം, മാറി ചിന്തിക്കും എന്നൊക്കെ പറയുന്നെങ്കിൽ കൂടിയും നമ്മൾ ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അവിടെ മെഴുകുതിരിയൊക്കെ പിടിച്ചിട്ട് വലിയ തോതിൽ ഈ ക്രിസ്തീയ സഭാ വിശ്വാസങ്ങളിങ്ങനെ നടക്കുകയാണ്. അവിടെ വോട്ട് ഇപ്പോഴും കോൺഗ്രസിന് തന്നെ കിട്ടും. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു, ഇപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടായി മാറാത്ത പ്രതിഷേധങ്ങളൊന്നും പ്രതിഷേധമല്ല എന്ന് പറഞ്ഞ തലശ്ശേരി ഇതുപോലെ ബിഷപ്പ് പാംപ്ലാനി, അദ്ദേഹമാണ് ഇത് കഴിഞ്ഞ റബ്ബറിന്റെ താങ്ങുവിലയെ ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത്. അപ്പൊ ഇപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല, പാവപ്പെട്ട ആൾക്കാർ ഒന്നും കയ്യിലെത്തിയില്ലെങ്കിലും ഈ പ്രതിഷേധം ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടായി മാറിയെങ്കിലേ അവരെ ഗണിക്കുള്ളൂ. അങ്ങനെ വോട്ടായി മാറുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ ദുര്യോഗമാണ്. എനിക്ക് തോന്നുന്നു വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അവസരമായിരുന്നു അവരുടെ പ്രതിഷേധവും അവരുടെ ആ ഒരു വിഷമതയും. ഈ കഴിഞ്ഞ തവണ ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഒരു പിതാവുണ്ടായിരുന്നു. പിതാവിന്റെ ആ പെൺകുട്ടി അവിടെ എത്തിയ ഈ രാഷ്ട്രീയ നേതാക്കളോട് കടുപ്പിച്ച് പറഞ്ഞ ആ സ്വരം ഒക്കെ തന്നെ ഒരു പക്ഷെ 18 വയസ്സായിട്ടില്ല കുട്ടിക്ക്, എങ്കിൽ പോലും ആ കുടുംബത്തിന്റെ പ്രതിഷേധം കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു. അതെ, പല വഴികൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഹെൽപ്ലെസ് ആണെന്ന് തോന്നുന്നു. രാഷ്ട്രീയക്കാരുടെ ഗിമിക്കുകൾ വീട് പോവുകയാണ്. അവർ വിശ്വസിക്കുന്നു, മാറി മാറി വരുന്ന നേതാക്കളെ അവർ വിശ്വസിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് വരുന്നത്. എപ്പോഴും അവർ മനസ്സിൽ കരുതുക, അത് ഒറ്റയ്ക്കും ഞാൻ മാത്രം വോട്ട് മാറി ചെയ്തത് കൊണ്ട് നടക്കുമോ എന്നാണ് ഓരോരുത്തരും അഭിപ്രായം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ കൂട്ടായി തന്നെ ഇതിനകത്ത്
ഇടപെടേണ്ടി വരണം. അപ്പൊ അങ്ങോട്ട് പ്രതിഷേധം വോട്ടായി മാറട്ടെ എന്നാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ വയനാട് മണ്ഡലത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് ഇതിനകത്ത് നവ്യ ഹരിദാസിന് വരും കാലങ്ങളിലേക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു വോട്ട് വിഹിതം കഴിഞ്ഞ സുരേന്ദ്രൻ ലഭിച്ചതിന് കൂടുതൽ വോട്ട് വിഹിതം ലഭിക്കുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ CPI സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരണമാണെന്ന് പറയുന്നില്ല. അത് കുറച്ചുകൂടി ഇപ്പോൾ ശക്തമാകുന്നു വയനാട് ദുരന്തത്തിന് ശേഷം. ശരി, നമുക്ക് ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസ് ഇപ്പോൾ ഓടിച്ചാടി നടന്ന പാട്ടൊക്കെ പാടിയൊക്കെ ഇറങ്ങുന്നുണ്ട്. പാട്ടെന്ന് അധികം എനിക്കൊന്ന് ട്രോൾ വരുമെന്ന് പേടിച്ചാണെന്ന് തോന്നുന്നു. അധികം പാട്ടൊന്നും പാടുന്നില്ല. പക്ഷെ എങ്കിൽ പോലും രമ്യ ഹരിദാസിനുള്ള ഒരു പ്രീതി ഇടയ്ക്ക് കുറയുന്ന ഒരു സാഹചര്യമുണ്ട് ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ. പ്രീതി ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ചേലക്കര മണ്ഡലത്തിന് ഒരു വലിയ ഇപ്പൊ 25ഓളം വർഷങ്ങളായി എത്രയോ തെരഞ്ഞെടുപ്പുകളായി അവരിങ്ങനെ ജയിച്ചു വരികയാണ്. ഇതിനു മുമ്പ് 96 മുമ്പായിട്ട് ഇത് കോൺഗ്രസ്സുകാർ കൈവച്ചിരുന്ന മണ്ഡലമാണ്. ഇപ്പൊ KK ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അധികാരി അദ്ദേഹം 4 തവണയും കണ്ടാണ് അവിടുന്ന് ചേലക്കര ജയിച്ചു വരുന്നത്. പിന്നെ 96 മുതലാണ് ഇത് നമ്മുടെ CPM-ലേക്ക് വരുന്നത്. പിന്നീട് രാധാകൃഷ്ണൻ ആദ്യ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ വലിയ ഒരു പ്രകടനവും ചില ഈ ഭൂരിപക്ഷത്തിന്റെ കേസിൽ ഇല്ലായിരുന്നെങ്കിലും ക്രമേണ അദ്ദേഹം ആൾക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുക. അദ്ദേഹത്തിന് പാർട്ടിയേക്കാൾ ഉപരി അതായത് ജനങ്ങൾ കാണുന്നത് പാർട്ടിയേക്കാൾ ഉപരി അദ്ദേഹം എന്ന വ്യക്തി ആയിരുന്നു കുറച്ചുകൂടി CPM-ന് ഉപരിയായി അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ ഈ രാധാകൃഷ്ണനെ ഡൽഹിക്ക് പറഞ്ഞയച്ചതിൽ ചേലക്കരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തിനു പറഞ്ഞയച്ചു എന്നൊരു തോന്നലുണ്ട്. അപ്പോ ഇദ്ദേഹം നിന്നില്ലെങ്കിൽ പിന്നെ ആ സീറ്റും കൂടി പോയേനെ എന്ന് പാർട്ടിക്ക് മറുപടിയും ഉണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ഇദ്ദേഹം ജയിച്ചു, ഡൽഹിക്ക് പോയി. ഇദ്ദേഹത്തിന് അപകർഷമൊന്നും ഉണ്ടായിക്കാണ്. ഇതിന് പാർട്ടി കേഡറാണ് അദ്ദേഹം, ഒരു കാര്യത്തിൽ ഇദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഏറെ ദിവസങ്ങൾ ചേലക്കരയിലേക്ക് അദ്ദേഹത്തിന് പ്രചരണത്തിൽ എത്താൻ കഴിഞ്ഞില്ല. അതിനൊരു വിവാദവും ചെറിയ രീതിയിലുണ്ട്. പക്ഷെ അദ്ദേഹം ആയതുകൊണ്ട് അത് ആളിക്കത്തിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒടുവിൽ അദ്ദേഹം എത്തുന്നു, വീണ്ടും സജീവമാവുന്നു. പക്ഷെ ആ സജീവമാകൽ ഒരു പക്ഷേ ഒരു 2000 പേരാണെങ്കിൽ മാറി ചെന്നിരിക്കട്ടെ. ഈ ഇദ്ദേഹത്തെ ഡൽഹിക്ക് അയച്ചതിൽ അമർഷമുള്ള 2000 പേര്, അതിലൊരു 1000 പേര് മാറി ചെന്ന് ഇങ്ങനെ പല പല കാര്യങ്ങളായിട്ട് അത് പ്രതിഫലിച്ചേക്കാം എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ രമ്യ ഹരിദാസിലേക്ക് വരുമ്പോൾ രമ്യ ഹരിദാസിന് കഴിഞ്ഞ തവണ തോൽവി ഏൽക്കേണ്ടി വന്നു എന്ന ഒരു ആൾക്കാരുടെ മനസ്സിൽ അയാൾ ഒരു തവണ തോറ്റുപോയി. അപ്പൊ അയാളെ വീണ്ടും സ്വീകരിക്കാനുള്ള മനസ്സ് രൂപപ്പെട്ട് വരുന്നതായി നമ്മൾ കണക്കാക്കണം. മാത്രമല്ല കോൺഗ്രസിന്റെ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച പ്രകടനം പിന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ചേലക്കരയിൽ കാണുന്നത്. കാരണം ഇത് നമ്മുടെ VD സതീശനും സുധാകരനും, അല്ലെങ്കിൽ VD സതീശനെ ഞാൻ മാത്രം എടുത്ത് പറയാം. അപ്പൊ ആ ഒരു ഗ്രൂപ്പിന് ചേലക്കര പിടിക്കാൻ സാധിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഇമേജ് ഉണ്ട്. അത് നിങ്ങൾക്ക് പാലക്കാട് ജയിച്ചാൽ ഉണ്ടാവില്ല. പാലക്കാട് ഓൾറെഡി അവരുടെ സീറ്റായിരുന്നു. വയനാട് ജയിച്ചാൽ ഉണ്ടാവില്ല. പിന്നെ ചേലക്കര ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും അത് കൃത്യമായി മുതലാക്കി പ്രവർത്തിച്ച് വിജയിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ VD സതീശൻ ഉറപ്പായാലും ഒരു കൃത്യമായി തന്നെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദത്തിലേക്ക് ഒരു മുഖ്യ കാൻഡിഡേറ്റ് അദ്ദേഹം മാറും. കാത്തിരിക്കുന്ന പലരും കോൺഗ്രസിനകത്ത് ഉണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും ആ ഒരു ഓട്ടത്തില് മുൻനിര ഓട്ടക്കാരനായി ഇദ്ദേഹം കൂടെ ഉണ്ടാവും ചേലക്കര ജയിച്ചാൽ. അപ്പൊ അതിൻ്റെതായ പ്രവർത്തനം വളരെ കൃത്യം. ഇപ്പൊ ഇദ്ദേഹത്തിന് പ്രവർത്തനയ്ക്കായി പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സതീശന് ചില മികവുകളൊക്കെ ഉണ്ട്. അത്തരം മികവുകളെല്ലാം അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ പാലക്കാടും ഒരു അങ്ങനെ തന്നെയാണ് പോരാടുന്നത്. പക്ഷെ ചേലക്കര എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ് വാസ്തവത്തിൽ. അപ്പൊ ഈ ഒരു ഭൂരിപക്ഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ മണ്ഡലത്തിൽ രമ്യയ്ക്ക് ചെറിയ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു കോൺഗ്രസിന്റെ ഒരു കെട്ടുറപ്പോടുകൂടിയുള്ള പ്രവർത്തനം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. ഇനി 2-3 സാഹചര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ചേലക്കരയ്ക്ക് രമ്യ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് സ്വാഭാവികമായിട്ടും അത് ജയിക്കാനുള്ള സാധ്യത എന്ന് എല്ലാവരും കൽപ്പിക്കുന്നുണ്ട്. രമ്യ ഹരിദാസും നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു മനസ്സായിരിക്കില്ല ഈ കേഡർ വോട്ടുകളെ അല്ലാത്ത ആ വോട്ടുകൾ. ഈ അതിനിടയ്ക്ക് 2-3 കിലോമീറ്റർ ഒരു 200 മീറ്റർ സഞ്ചരിച്ച് ചെല്ലുമ്പോൾ പോലും നമ്മുടെ ഈ ചിന്ത മാറും, വോട്ടിങ്ങിന്റെ ചിന്ത മാറും. അത് കേഡർ വോട്ട് അല്ലെങ്കിൽ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ രമ്യ ജയിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചേലക്കരയിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു പ്രവചനം അസാധ്യമാണ്. കാരണം BJP അവിടെ നമ്മുടെ അൻവറിന്റെ സ്വാധീനം, BJP എന്ന് പറയുന്നത് തൃശ്ശൂരിലെ BJP-ക്കാരുടെ പിന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച തൃശ്ശൂരിലെ ആ ടീം അതേപടി ചേലക്കരയിലുണ്ട്. സുരേഷ് ഗോപി പോലും സുരേഷ് ഗോപി അവിടെ ഉണ്ട്. അത് ഓരോ പടങ്ങളിലും അങ്ങനെയാണ് വരുന്നത്. സുരേഷ് ഗോപി കൃത്യമായിട്ട് അവിടെയുണ്ട്. നിത്യേന അവിടെ ഇല്ലെങ്കിലും അവിടെ കൃത്യമായി കൂടുതൽ ദിവസങ്ങൾ അവിടെയുണ്ട്. ആ ടീം അതേപടിയുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചേലക്കരയിൽ വളരെ കൃത്യമായി തന്നെ വോട്ടിംഗ് പെർസെന്റേജ് വിജയിക്കുക എന്നുള്ളതല്ല, കൂട്ടിയെടുക്കുക. വരും വർഷങ്ങളിൽ അത് 26-ലെ തിരഞ്ഞെടുപ്പിലായിരിക്കണമെന്നില്ല, 31-ലെങ്കിലും ചേലക്കര BJPക്ക് അനുകൂലമായി മാറ്റുക എന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ അവര്
ഒട്ടും വിട്ടുകൊടുക്കാതെ അവരും പെരുമാറുന്നു. അപ്പൊ അത് ഒരു വോട്ട് പോലും ചോരരുതെന്ന് അവർക്ക് ചിന്തയുണ്ട്. കൂട്ടത്തിൽ ഇവിടെ സ്വാധീനം കാട്ടിയാൽ മാത്രമേ എന്റെ സ്വാധീനം ഇവിടെ കാട്ടിയാൽ മാത്രമേ തനിക്ക് ഭാവിയിൽ നിലനിൽപ്പുള്ളൂ എന്ന് ചിന്തിക്കുന്ന അൻവറുമുണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ എത്ര വോട്ടുകൾ അൻവറിന് പിടിക്കാൻ സാധിക്കും? അങ്ങനെ പിടിച്ചാൽ LDF നിന്ന് വിട്ട് പിണങ്ങിയാണ് അദ്ദേഹം വന്നിരുന്നതെങ്കിലും ഈ പിടിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകളാണ്. അതായിരിക്കും അൻവർ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അത് എത്ര ശതമാനം കണ്ട് പിടിക്കുമെന്നുള്ളത് ഇങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ്, അവിചാരിതമായ ഫാക്ടേഴ്സ് ആണ് ചേലക്കരയ്ക്ക് നമുക്ക് പ്രവചനം അസാധ്യമാക്കുന്നത്. കൂട്ടത്തിൽ മുനമ്പം, അവര് ആദ്യമായിട്ട് ആ മുനമ്പത്തിന്റെ അല്ലെങ്കിൽ വഖഫ് എന്ന് പറയുന്ന ഒന്നിന്റെ അതിനോടുള്ള എതിർപ്പ്, ഈ വീട് നഷ്ടപ്പെടുന്നവർക്ക് അവർക്കുള്ള പിന്തുണ വോട്ടായി നേരത്തെ പറഞ്ഞ പോലെ പാമ്പ്ലാനിയുടെ ആ പ്രസ്താവനയെ പോലെ തന്നെ വോട്ടായിട്ട് ഇവിടെ പരിണമിക്കൂ എങ്കിൽ അത് എത്ര ശതമാനം പോകും? ഇതൊക്കെ ആശ്രയിച്ചിരിക്കുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ചേലക്കരയ്ക്ക് നമുക്കൊരു കൃത്യമായൊരു മറുപടി നമുക്കിപ്പം പറയാനാണ്. തീർച്ചയായും വരും മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം എന്താണ് ഇതിന്റെ ഒരു മാറി മറിയുന്ന മുഖമെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. എന്തായാലും ആരായിരിക്കും എന്നുള്ള കാര്യത്തിലുള്ള അന്തിമ പ്രവചനാതീതമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അന്തിമ വിധി വരെ കാത്തിക്കാം. അധിക ദിവസം ഇല്ലല്ലോ അന്തിമ വിധി വരെ. തീർച്ചയായും നമസ്കാരം.